കണ്ണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു മാവിൽ എങ്ങനെ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. അതായത് ഒരു മാവിൻ്റെ കൊമ്പിൽ തന്നെ വിവിധയിനം മാവ് എങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു കമ്പ് കണ്ടോ, ഇത് നല്ല അതായത് സയോൺ എന്ന് പറയും ഇതുപോലെയുള്ള കമ്പിന് വെച്ച് പിടിപ്പിക്കാൻ എടുക്കാൻ നല്ലൊരു കമ്പാണിത്. ഇതുപോലെയുള്ള കമ്പുകളാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്, ഒരു പെൻസിൽ വണ്ണയിലുള്ള കമ്പുകൾ. ഇപ്പോൾ 2-3 മാവിൻ്റെ കമ്പുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ മുകുളങ്ങൾ വരാൻ സാധ്യതയുള്ള കമ്പുകൾ. അതിൻ്റെ തുമ്പത്ത് നോക്കുമ്പോൾ നമുക്കറിയാം പുതിയ മുകുളങ്ങൾ ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്നതേ. അപ്പോൾ അതുപോലത്തെ കമ്പുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഏകദേശം ഒരു പെൻസിൽ വണ്ണം. അതുപോലെ ഈ ഒരു കളറ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒത്തിരി മൂത്തതോ അല്ലെ ഒത്തിരി ഇള കമ്പുകൾ എടുക്കാതെ ഏകദേശം ഒരു ഇതുപോലെയുള്ളൊരു കമ്പ്, അതായത് വളയുകയും എന്നാൽ ഒടിഞ്ഞു പോവുകയും ചെയ്യാത്ത ഒരു രീതിയിലുള്ള കമ്പുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇതിലൊക്കെ പുതിയ മുകുളങ്ങളെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലൊരു കത്തി, ഇത് ഞാൻ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി വാങ്ങിച്ച കത്തിയാണ്. നിങ്ങൾ തുടക്കക്കാരാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെയുള്ളൊരു ബ്ലേഡോ അല്ലെ നമ്മൾ 10 രൂപയ്ക്ക് കിട്ടുന്ന ചെറിയ കട്ടർ ബ്ലേഡ് ഇല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും മതി. അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള ടേപ്പുകളാണ് ബഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് വിൽക്കുന്ന കടകളിലോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെയുള്ള ഒരു തരം ടേപ്പെന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാളും വലിഞ്ഞു തരും. അപ്പം നമുക്ക് ചെയ്യുന്ന ബഡ്ഡും ഗ്രാഫ്റ്റും ഒക്കെ ചേർന്ന് നിൽക്കാൻ സഹായിക്കും. പിന്നെ ഇതുപോലെ നീളമുള്ള ടേപ്പുകൾ, ഇത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ റബ്ബറിന് ഷെയ്ഡ് അടിക്കുക എന്ന് പറയും. അതായത് മഴക്കാലത്ത് വെള്ളം വീഴാതിരിക്കാൻ ഒരുതരം ഷെയ്ഡ് അടിക്കുക, അതിന് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള കട്ടറുകൾ, അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സയോൺ ചതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ കട്ടറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കത്തി തന്നെ ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതുപോലത്തെ സിപ്പപ്പിൻ്റെ കവറുകൾ, ഇത് സിപ്പപ്പിൻ്റെ അല്ല, മറ്റൊരാവശ്യത്തിന് വരുന്ന കവറാണ്. ഇതുമൊക്കെ നിങ്ങളുടെ അടുത്തുള്ള പ്ലാസ്റ്റിക് വിൽക്കുന്ന കടകളിൽ അന്വേഷിക്കുവാണെങ്കിൽ കിട്ടും. എന്നുവെച്ചാൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ വേണ്ടത് അത്യാവശ്യമായൊരു സാധനമാണ് സാനിറ്റൈസർ. അതായത് നമ്മളെടുക്കുന്ന സയോണ അല്ലെ കത്തി, നമ്മുടെ കയ്യിലൊക്കെ ഒത്തിരി അണുക്കൾ കാണും. അതൊക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെക്കുന്ന കമ്പുകളൊന്നും പിടിക്കത്തില്ല, ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കത്തിയും കൈയും എല്ലാം സാനിറ്റൈസ് ചെയ്യും. നമ്മളെടുത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെ സാനിറ്റൈസ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അണുക്കളുണ്ട് അതെല്ലാം നശിച്ചു പോകും. പിന്നെ നമ്മളിത് ഈ കമ്പൊന്ന് നേരത്തെ മുറിച്ച് നിർത്തിയിരുന്നതാണ്. നമ്മൾ ഈ കമ്പിൽ തന്നെയാണ് ബാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതിൽ നിൽക്കുന്ന ഈ കമ്പുകളൊക്കെ നല്ല സയോണുകളാണ്. അത് മറ്റാർക്കെങ്കിലും ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഇതൊക്കെ നമുക്ക് മറ്റുള്ള മാവിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു കുളമ്പ് മാവാണ്. കമ്പ് നമ്മൾ ഒരു ആക്സ ബ്ലേഡ് ഉപയോഗിച്ച് നല്ല കൃത്യമായിട്ട് മുറിച്ചെടുത്ത്, അതായത് ചതവൊന്നും വരരുത് നമ്മൾ മുറിക്കുമ്പോൾ. അതുകൊണ്ട് നല്ല കൃത്യമായിട്ട് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത ശേഷം അതിൻ്റെ ചുറ്റുമുള്ള പായലില്ലേ, അതെല്ലാം നല്ല ചീകി നല്ല വൃത്തിയാക്കണം. പായലെല്ലാം ചിരണ്ടി ഇതുപോലെ ചിരണ്ടി നല്ല വൃത്തിയാക്കുക. ചിരണ്ടുക എന്ന് പറയുമ്പോൾ ഒത്തിരി താഴത്ത് ഇപ്പോൾ പായൽ മാത്രം ഒന്ന് ചിരണ്ടി വൃത്തിയാക്കുക. അങ്ങനെ വൃത്തിയാക്കി കഴിയാൻ നേരത്ത് അതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ എന്നാളിലും കട്ട് ചെയ്ത് കൊടുത്ത് ചെറിയ വൃത്തി കുറവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണും. ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെത്തി ഒന്ന് നേരെയാക്കി വെക്കുക. അതായത് ചതവ് പറ്റിയ ഭാഗങ്ങൾ കളയുക. എന്നിട്ടെല്ലാം നല്ല വൃത്തിയായിട്ട് ചെത്തി നിർത്തുക. പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക. ഒത്തിരി നമ്മൾ സ്പീഡിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പാടാണ്. അതുകൊണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ വേണം. അതുപോലെ തന്നെ ചെയ്യാൻ നേരത്ത് വളരെ പതുക്കെ ചെത്തിയൊക്കെ നേരെയാക്കാൻ നോക്കുക. അങ്ങനെ വൃത്തിയാക്കിയ ശേഷം പിന്നെ നമുക്ക് വേണ്ടൊരു സാധനമാണ് സാഫ് എന്ന് പറയും. ഈ സാഫിനെക്കുറിച്ച് അറിയാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ സാഫിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷോർട്സിനകത്തോ അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്താണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. എന്നിട്ട് കുറച്ച് സാഫ് എടുക്കുക. കുറച്ച് സാഫ് എടുത്ത് ഒരു തുള്ളി വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതുപോലെയുള്ളൊരു ബ്രഷോ അതല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് അവിടെ അടിച്ചു കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ സാഫ് ഒരു ആൻറ്റി ഫംഗലാണ്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ ആ തടി അവിടെ നിന്ന് ദ്രവിച്ച് അങ്ങ് അകത്തേക്ക് കയറി അത് നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാതിരിക്കാനാണ് ഈ സാഫ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനല്ല, നിങ്ങൾ കമ്പൊക്കെ പ്യൂൺ ചെയ്യുകയല്ല, വല്ല മരത്തിൻ്റെയോ അല്ല എന്തിൻ്റെയൊക്കെ കമ്പ് വെട്ടിക്കളയുമ്പോൾ അവിടെയൊക്കെ ഈ സാഫ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മരം നശിച്ചു പോകാതിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മളിത് കണ്ട് ഈ തായ്തടിയാൽ ഇതുപോലെയുള്ള നല്ല ആഴത്തിൽ ആ തൊലിയെ മാത്രം
2 പിളർപ്പുകൾ. അത് നമ്മൾ വെക്കുന്ന ആ സയോണിൻ്റെ ആ കമ്പിൻ്റെ വീതിക്കുള്ള ചെറിയൊരു പിളർപ്പുണ്ടാക്കുക. എന്നിട്ട് അത് മേളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് തള്ളി കൊടുക്കുകയാണെങ്കിൽ തൊലി ഇങ്ങനെ അകന്ന് തരും. ശ്രദ്ധിച്ചും വൃത്തിയായിട്ടും പയ്യെ ചെയ്യുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എത്ര കമ്പുണ്ടോ അത്രയും കമ്പിനുള്ള വിടവുകൾ ഇതുപോലെ ഉണ്ടാക്കുക. ഇത് നമ്മൾ കുറച്ച് കൂടുതലെണ്ണം വെക്കുന്നുണ്ട്, കാരണം എല്ലാം ഒന്നും ചിലപ്പോൾ പിടിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതലെണ്ണം വെക്കുന്നത്. അപ്പം അങ്ങനെ ആ കമ്പിന് ചുറ്റുമായിട്ട് ഞാനിപ്പോൾ ഒരു 7ഓളം എണ്ണ ഇതേ വെക്കുന്നുണ്ട്. അത് പിടിച്ച് കഴിയാൻ നേരത്ത് ഇനി എല്ലാം പിടിക്കുവാണെങ്കിൽ കരുത്തുള്ളത് നിർത്തിയിട്ട് ബാക്കി നമ്മൾ കളയും. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച കമ്പുകളില്ലേ, അതിൻ്റെ ഒരു വശം ഇങ്ങനെ ചെത്തിക്കളയും. അത് ചെത്തുമ്പോഴും അധികം ചതവും വരല് ലെവലുമായിരിക്കണം ആ ചെത്തേ. അങ്ങനെ ചെത്തിയെടുത്ത ശേഷം അതിൻ്റെ അപ്പുറത്തെ വശവും കുറച്ച് ചെത്തി കളഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ ഈ വിടവിലേക്ക്, ഈ ഉണ്ടാക്കിയെടുത്ത വിടവിനകത്തേക്ക് നമ്മൾ പതുക്കി അങ്ങ് ഇറക്കി വെക്കും. ഏതെങ്കിലും ഒരു സൈഡ് മുട്ടിച്ച് പതുക്കി അങ്ങ് ഇറക്കി വയ്ക്കും. അങ്ങനെ നമ്മൾ എല്ലാ കമ്പുകളും അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വല്ല പ്ലാസ്റ്റിക് വള്ളിയോ ചെറിയ വണ്ണം കുറഞ്ഞ കയറോ ഉപയോഗിച്ച് ഒരു ബലത്തിൽ അതങ്ങോട്ട് കെട്ടി മുറുക്കി വെക്കണം. ബലം എന്ന് പറഞ്ഞാൽ ഒത്തിരി ബലമല്ല, എന്നാൽ അത് നല്ല തടിയായിട്ട് ചേർന്ന് നിൽക്കാൻ പാകത്തിനുള്ള ബലത്തിൽ അതങ്ങോട്ട് കെട്ടി മുറുക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ വെച്ച സയോണും ആ താഴത്തടിയായിട്ട് ചേർന്ന് നിൽക്കുവാണ്. ആ രീതിയിൽ കെട്ടി മുറുക്കി ശേഷം നമ്മൾ ആദ്യം കാണിച്ച ടേപ്പില്ലേ, അതിപ്പോൾ നിങ്ങളുടെ ഈ ടേപ്പൊന്നുമില്ലേ, നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതും കൂടെ ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിക്ക് വെളിയിൽ നിന്നുള്ള ഒരു രീതി വെള്ളമോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള അണുക്കളൊന്നും കയറാതെ ഒന്നും കൂടെ നമ്മൾ പൊതിഞ്ഞെടുക്കുവാണ്. നല്ല രീതിക്ക് പൊതിഞ്ഞ ശേഷം ആദ്യം കാണിച്ച സിപ്പപ്പ് കവറില്ലേ, ആ കവറ് ആ സയോണിൻ്റെ നീളത്തിൽ അതിനൊക്കെ ഒരു തുള്ളി നീളം കൂട്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് ഒരു കെട്ടിടും. കാരണം ഇപ്പോൾ ഇത് കുഴൽ പോലെ വരുന്നതുകൊണ്ട് അതിൻ്റെ 2 ഭാഗത്തും തുളയാണല്ലോ. ഒരു തുളയടയാൻ വേണ്ടി നമ്മളവിടെ ഒരു കെട്ടിട്ട ശേഷം ഇനി കെട്ടിടുവോ സ്റ്റാപ്ലയർ അടിച്ചാലും മതി, അവിടെ ഒന്ന് അടഞ്ഞിരിക്കുക, അത്രേ കാര്യമുള്ളൂ. നല്ല രീതിയിൽ കെട്ടിയ ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് വെച്ച് നല്ല രീതിയിൽ കുലുക്കിയിട്ട് നമ്മൾ ആ വെള്ളം കളഞ്ഞു. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെച്ച കമ്പിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കവറുകൾ കയറ്റിയിടുന്നത്. അങ്ങനെ കയറ്റിയിടാൻ നേരത്ത് ആ കമ്പിൻ്റെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകുകയില്ല. അപ്പോൾ നമ്മൾ അതുപോലത്തെ വെച്ചത്രയും കമ്പിനുള്ള കവറുകൾ കട്ട് ചെയ്ത് ഇതുപോലെ മേള് കെട്ടി അതെല്ലാം മൂടിയിട്ടുണ്ട്. അതുപോലെ ആ വിട്ട കവറിൻ്റെ എല്ലാം ചുവടുവശം നമ്മളന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലൊരു വലിയ കവറെടുത്ത് നമ്മളതിനെ എല്ലാം കൂടെ മൂടിയിട്ട്, അതും ഇതുപോലെ നനച്ചായിരുന്നു കേട്ടോ, അതിൻ്റെ അടിവശത്തും നമ്മളൊരു കെട്ടിട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10-12 ദിവസം തൊട്ട് ഒരു മാസത്തിനകം ഇതെല്ലാം തന്നെ കിളിർത്ത് തുടങ്ങും. കിളിർന്നതനുസരിച്ച് നമുക്ക് ആ മേളിലെ കവർ മാറ്റാം. ഇത് ആ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ആണ്. ഏകദേശം അതിൻ്റെ 6 കമ്പോളം വെച്ചിട്ട് 5 കമ്പോളം നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിളിർത്ത് വന്നിട്ടുണ്ട്. ഇതാ പിടിച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിലാണ് ആകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഒരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.